നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയിൽ വിക്രത്തിന്റെ പാട്ട് കേട്ടിട്ട് വർഷം മുറിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വേദ എന്നിട്ട് പറഞ്ഞു, എൻ്റെ വിക്രു ദൈവത്തെ ഓർത്ത് പാടരുതെന്ന് പറഞ്ഞു. ആ സമയം വിക്രം പറഞ്ഞു, എനിക്ക് പാട്ട് പാടാനായിട്ട് ഭയങ്കര ത്വരയായിരുന്നു പറഞ്ഞു. കുറച്ച് സമയത്തേക്ക് ആ ത്വര അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. എങ്ങാനും ഇനി പാട്ട് കേട്ട് ഇനിയിപ്പോൾ വർഷയിച്ചല്ല, ചിലപ്പോൾ ശ്രീയായിട്ട് എങ്ങാനും വന്നാൽ തീർന്നു, അതോടുകൂടി പാട്ട് അതോടുകൂടി നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം വേദ അങ്ങ് ചേർത്ത് പിടിച്ചു. എന്നിട്ട് നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്തിന്? നീ അരികിലുണ്ടെങ്കിലേ പിന്നെ ഞാൻ പാട്ട് പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, ചെക്കനാകപ്പാടെ റൊമാൻറ്റിക് മൂഡിലാണല്ലോ എന്ന് പറഞ്ഞു. പിന്നല്ലാതെ ഇപ്പം നല്ല റൊമാൻറ്റിക് മൂഡാണ്, അതുകൊണ്ട് എനിക്കൊരു റൊമാൻറ്റിക് സോങ്ങാ പാടാൻ തോന്നണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, വേണമെങ്കിൽ ഒരു മൂളിപ്പാട്ട് പാടിക്കോ, ചെറുതായിട്ട് മതി, പക്ഷേ ഓവറായിട്ട് സൗണ്ട് വെച്ച് പാടരുത്, പാടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും പാടുവിടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വിക്രം പറഞ്ഞു, ശരി ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് വേദ വിക്രത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി, അതുപോലെ തന്നെ വിക്രം തിരിച്ചു. അവരെന്താണെങ്കിലും ഒന്നായിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ രണ്ടുപേരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പ്രണയം തുറന്നു പറയണമെന്നൊക്കെ. പ്രണയം തുറന്നു പറഞ്ഞ് അവരൊന്നാവുകയും ചെയ്തു. കുറേ കാലത്തെ അവരുടെ ആഗ്രഹമായിരുന്നു. പരസ്പരം തുറന്നു പറയുന്നില്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾക്കൊരാളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നായതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. വാസുവിന് വെടിവെക്കാൻ തോന്നിയത് നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ ഒരു ദിവസം ഉണ്ടായത്. ഒരു പക്ഷേങ്കിൽ ഇപ്പോഴും വിക്രത്തിൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ വേദയും വിക്രവും കൂടെ ഒന്നിക്കാൻ വഴിയില്ലായിരുന്നു. ഇങ്ങനൊരു അവസരം ദൈവമായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്താണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. വേദ ഇതിനു മുമ്പ് തന്നെ വിക്രത്തോട് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പം നമുക്കിങ്ങനെയൊക്കെ തന്ന ചിലപ്പോൾ ദൈവം തീരുമാനിച്ചിട്ടായിരിക്കും, എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പം അത് യാഥാർത്ഥ്യം ആകുകയാണ് ചെയ്തത്. വിക്രം അത് പറയുകയും ചെയ്തു. നീ മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നോ, നമ്മൾ ഈ ഒളിവിൽ കഴിയുന്ന ഈ സമയങ്ങൾ ചിലപ്പോൾ പിന്നീട് നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന ദിനങ്ങളായിരിക്കും എന്ന്. അതെത്ര ശരിയല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേദ പറഞ്ഞു, ശരിയാ വിക്രു, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ ദിവസങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ്. ഇനി വരുന്ന സമയങ്ങൾ ദിവസങ്ങൾ ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ ഓർക്കും. ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു, അത് ശരിയാന്ന് പറഞ്ഞു. പിന്നീട് വിക്രം പറഞ്ഞു, ഞാനേ ജോസഫിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ടോ? എന്നിട്ട് അത് പിന്നെ കിട്ടി, പക്ഷേങ്കിൽ അവരൊരു യാത്രയിലാന്ന് പറഞ്ഞു. യാത്രയിലോ? അതെ, എവിടെയോ യാത്ര പോകുമെന്നാണ് പറഞ്ഞേ, കൂടുതലായിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഇനിയിപ്പോൾ സാഹസത്തിനൊന്നും മുതിരണ്ട കേട്ടോ, എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വേണേൽ വിളിച്ചു വയ്ക്കാം. അല്ല, നിൻ്റെ ഫോണിൽ നിന്നല്ല വിളിക്കുന്നത്, അതുകൊണ്ട് ആർക്ക് സംശയമൊന്നും തോന്നത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു. അതേ സമയത്ത് ജോസഫും അനിയൻകുട്ടനും ജോണി എല്ലാവരും കൂടി നാഗർകോവിലേക്ക് പുളിക്കാൻ അന്വേഷിച്ച് പോവാണ്. അപ്പം അവിടെ എവിടെയോ പുളിക്കനുണ്ടെന്നുള്ള അറിവാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നാഗർകോവിലിൽ ചെന്നു. അപ്പോൾ അവിടുത്തെ ഒരു അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ജോസഫിന്. അപ്പോൾ ആ കടയിലേക്ക് ഇടയ്ക്ക് പുളിക്കൻ ചെന്നിട്ടുണ്ടെന്നൊക്കെയാളെ. അങ്ങനെ ആ കടയിൽ ചെന്ന് ഡീറ്റെയിൽസൊക്കെ ചോദിക്കണം. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, ഇടയ്ക്ക് 1-2 വട്ടം അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ എവിടെയോ അയാൾ താമസിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാളെ തന്നെയല്ലേ കണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ആ ഫോട്ടോ എടുത്ത് കാണിച്ചു. അതെ, അത് ഇയാൾ തന്നെയാന്ന് പറഞ്ഞു. പിന്നീട് ജോസഫ് അനിയൻകുട്ടനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരെവിടെയെങ്കിലും റൂം എടുക്കാം. ഒരു പക്ഷേങ്കിൽ ഇനിയും പുളിക്കൻ ഈ കടയിൽ വരാതിരിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ കടക്കാരൻ നമ്മളെ വിളിച്ചു പറഞ്ഞോളും. നമ്പറും കാര്യങ്ങളൊക്കെ കടക്കാരന് കൊടുത്തു. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അപ്പോഴേക്കും അറിയിക്കണം. കുറച്ച് പൈസയും കൂടെ കൊടുക്കുവാണ്. പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിനുശേഷം ജോണിയെ കൂട്ടിക്കൊണ്ട് അവർ വന്ന് മുറിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ജോണി ശ്രീകാന്തിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളിവിടെ എത്തി സാറേ, എന്തായാലും അവന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അവൻ എന്തായാലും പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല. അവൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിടികൂടും. ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, എന്ന് ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക, അവനെ ഞങ്ങളുടെ കൈ കിട്ടണം. അവനെ വേറെ ആർക്കും കൈമാറില്ല, അറിയാലോ. അതൊക്കെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ സാറേ? ആ കാര്യമൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ദീപ്തി വേദയുടെ മുറിയിലേക്ക് വന്നു. വേദയുടെ മുറിയിലേക്ക് വന്നിട്ട് ദീപ്തി പറഞ്ഞു, എന്ത് പരിപാടി രണ്ടുപേരും കൂടെ കാണിച്ചെന്ന് ചോദിച്ചു. എന്ത് ഭാഗ്യം കൊണ്ടാണ് വർഷേച്ചി വിക്രമേട്ടനെ കണ്ടുപിടിക്കായിരുന്നേ. എങ്ങാനും കണ്ടുപിടിച്ചാൽ തീർന്നേരം. ഞാൻ മുമ്പും പറഞ്ഞല്ലേ ഇത്ര ഉച്ചത്തിൽ സംസാരിക്കാനൊന്നും പാടില്ലാന്ന്. ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി വിക്രമേട്ടനെ പിടികൂടുമെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, അത് പിന്നെ അറിയാതെ പിന്നെ പാട്ട് പാടാൻ പറ്റിയ സമയം നിങ്ങൾ രണ്ടുപേരും ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിച്ചു. അപ്പം
അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾ കൂടുതലൊന്നും പറയണ്ട, അറിയാലോ. ഇപ്പോഴും ഈ പറയുന്ന വാസവനും പിന്നെ അതുപോലെ തന്നെ പോലീസൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വിക്രം ചേട്ടനെ. എങ്ങാനും അവരുടെ കണ്ണുമുന്നിൽ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിലോ. പിന്നെ പുളിക്കനെ കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് വരുണിൻ്റെ അച്ഛനിപ്പം ഒന്ന് അടങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും വിക്രം ചേട്ടനെ അന്വേഷിച്ച് വരും. കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? വേദ പറഞ്ഞു, അധികം വൈകാതെ തന്നെ കണ്ടെത്താൻ പറ്റുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. പുളിക്കനെ കണ്ടെത്തി അതോടുകൂടി സത്യങ്ങളൊക്കെ പുറത്തു വരും. അങ്ങനെ സത്യങ്ങളൊന്നും അധികം നാൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ദീപ്തി പറഞ്ഞു, അയാളെ പിടികൂടിയാലല്ല കാര്യം നടക്കുള്ളൂ വെച്ചു. നീ വിഷമിക്കേണ്ട ദീപ്തി, അധികം വൈകാതെ തന്നെ പുളിക്കനെ പിടികൂടും. ശ്രീനി സാറിൻ്റെ ആൾക്കാരൊക്കെ അതിനു വേണ്ടി പോയിട്ടുണ്ടെന്ന് തോന്നേ. അങ്ങനെ പിടികൂടാതിരിക്കാൻ പറ്റില്ല. ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും ഉറപ്പായിട്ടും പിടികൂടാൻ പറ്റുമെന്ന് വിക്രം ദീപ്തിയോട് പറഞ്ഞു. ദീപ്തിയോട് എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. വർഷേച്ചിക്ക് ഇപ്പം തന്നെ സംശയമുണ്ട്. ഇനിയിപ്പോൾ വർഷേച്ചി ശ്രീയേട്ടനോട് എങ്ങാനും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കണമെന്ന്. ഈ മുറി വന്ന് അവരെ അഴിച്ചു പെറുക്കി തപ്പും. അങ്ങനെ വിക്രം ചേട്ടനെ എങ്ങാനും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ദീപ്തി മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അതിന് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിനുള്ള ആഹാരമെല്ലാം വേദ കൊണ്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് വിക്രം ചോദിച്ചു, വേദയ്ക്ക് ബുദ്ധിമുട്ടായില്ലേന്ന് ചോദിച്ചു. എന്തിന്? അല്ല ഇങ്ങനെയൊക്കെ കൊണ്ടുത്തരുന്നതിന്. അതെ, എൻ്റെ ഭർത്താവിന് ഞാനല്ലാതെ വേറെ ആരാ കൊണ്ടുത്തരണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ വേദയെ പിടിച്ചടുത്തിരുത്തി. പിന്നീട് വേദയ്ക്ക് വാരി കൊടുക്കുകയാണ്. വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. കുറേ ആഗ്രഹിച്ച കാര്യം അത്. പക്ഷെ ഇപ്പോഴാണ്, കുറച്ച് ദിവസം മുമ്പ് താനാണ് വാരി കൊടുത്തത്, പക്ഷെ ഇപ്പം തനിക്ക് വാരി തരുന്നു. അങ്ങനെ ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കൂടെ ഒരു കട്ടിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണേ. നേരത്തെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, അവർ രണ്ടുപേരും ഒന്നായല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഹണിമൂൺ ട്രിപ്പായിരുന്നു ഇത്. ഈ സമയത്ത് ജോസഫിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നുണ്ട്. നാർക്കോവിലെ ആ കടയിൽ നിന്നൊരു കോള് വരുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ അവിടെ പുളിക്കൻ ചെന്നുള്ള വിവരം കിട്ടുവാണ്. അപ്പോഴേക്കും ജോസഫും അതുപോലെ അനിയൻകുട്ടനൊക്കെ അങ്ങോട്ടേക്ക് പുറപ്പെടുവാണ്. അവിടെ ചെന്ന് പുളിക്കനെ കൈയോടെ പിടികൂടി. പുളിക്കനെ പിടികൂടി കഴിഞ്ഞപ്പോഴാണ് പുളിക്കനെ മനസ്സിലായത് താൻ പിടിക്കപ്പെട്ടെന്നുള്ള സത്യം. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഒടുവിൽ പുളിക്കനെ കൊണ്ട് അവർ താമസിക്കുന്ന അവിടേക്ക് വരുവാണ്. ഈ സമയത്ത് ജോണിക്കൊരു കാര്യം മനസ്സിലായി. ഇവരെ കൊണ്ട് ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ശ്രീകാന്ത് സാറിനെ ചന്ദ്രസേനൻ ചേർനെയൊക്കെ വിവരം അറിയിക്കണമെന്ന്. പിന്നീട് പുളിക്കനെ ചോദ്യം ചെയ്യണം. പുളിക്കനെ ചോദ്യം ചെയ്തിട്ട് കാര്യങ്ങൾ ചോദിക്കണം. സത്യം പറയടാ, നീ എന്തിനു വേണ്ടി അത് ചെയ്തേ? വിക്രത്തിനെ കുറ്റവാളിയാക്കിയത് എന്തിനാ? അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതിയാവുള്ളെന്ന് പറഞ്ഞു. പുളിക്കൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ സത്യം പറഞ്ഞു, അതാ നിനക്ക് നല്ലത്. സത്യം പറയുവാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല ഞങ്ങൾ. എന്താ സംഭവിക്കുന്ന അറിയാലോ, പിന്നെ നിനക്ക് ജീവൻ ബാക്കി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ പുളിക്കൻ പറഞ്ഞു, ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാം, എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞു. വെറുതെ വിടാം, പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. നിന്നെ വാസവൻ്റെ മുന്നിലും ശ്രീനി സാറിന് മുന്നിൽ ഞങ്ങൾ ഹാജരാക്കും. അവരോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ മതിയാവുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിന്നെ ഇവിടെ വെച്ച് തന്നെ തീർത്ത് കളയെന്ന് പറഞ്ഞു. ഒടുവിൽ പുളിക്കാൻ കാര്യങ്ങളൊക്കെ സമ്മതിക്കുകയാണ്. അതിനുശേഷം ജോണി എന്ത് ചെയ്തു, ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ പുളിക്കനെ പിടികൂടിയെന്ന് പറഞ്ഞു. എവിടുന്ന്? ആ തിരുനെൽവേലിയിൽ അവിടുന്ന് പിടികൂടിയെന്ന് പറഞ്ഞു. തിരുനെൽവേലിയെന്നോ? അതെ, അവിടുന്ന് പിടികൂടിയെന്ന് പറഞ്ഞു. അവനെന്താണെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറയാനിരിക്കുക വാസുവിനോടും പിന്നെ അതുപോലെ തന്നെ ശ്രീനിവാസനോടും. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കണമെന്ന്. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ല, അറിയാലോ സത്യങ്ങളൊന്നും പുറത്തു വരാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജോണി പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റു സാറേ, നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഇതേസമയം ജോസഫ് പുറത്തിറങ്ങിയിട്ട് വേദയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വേദയുടെ ഫോണിലേക്ക് വിളിച്ച് കഴിയുമ്പോഴത്തേനും വിക്രമാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ വിക്രത്തോട് ജോസഫ് കാര്യങ്ങൾ പറയണം, പുളിക്കനെ പിടികൂടി എന്നുള്ള കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രത്തിന് ഭയങ്കര സന്തോഷമായി. എന്നിട്ടോ അവൻ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജോസഫ് പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ശ്രീനിവാസ് സാറിനോടൊക്കെ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവനെ ജീവൻ പോലും ബാക്കി വെച്ചേക്കെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രത്തിന് ഭയങ്കര സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദ വന്നപ്പോൾ വേദയോട് ഈ കാര്യം പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ വേദ ചോദിച്ചു, അല്ല പുളിക്കൻ എന്താ പറഞ്ഞേ, ആരാ കൊലപ്പെടുത്തിയെന്ന് അങ്ങനെ വലുതും പറഞ്ഞോന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു,
അവൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല ജോസഫ്. ഒരു പക്ഷേങ്കിൽ ജോസഫിനോടൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. അവിടെ വെച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പിന്നെ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞു വെച്ചു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഇപ്പോഴും എനിക്കൊരു സമാധാനമായത്. എന്താണെങ്കിലും കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ. കാരണം നിരപരാധി ആ വിക്രം എന്നുള്ള സത്യം പുള്ളിക്കനെ കോടതിയെ ഹാജരാക്കുവാണെങ്കിൽ അറിയാൻ സാധിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവർ രണ്ടുപേരും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.